വൈകുന്നേരമായിട്ട് എന്തൊരു ചൂടാ. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് വിയർക്ക് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടി കുടിച്ചാൽ സുഖമായി. അതിലുള്ള ചൂടാ, ഈ ക്ലാസ്സിലുള്ളതാ കുറച്ച് ചൂട് കുറവ്. വൈകുന്നേരമായപ്പോൾ ഞാനും സീമോളും കൂടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ. സീമോൾക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പഴവും പിന്നെ കോഴിമുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട അവൾ തന്നെ കഴിക്കുന്നുണ്ട്. ഞാൻ ചായയൊക്കെ ചൂടാറ്റിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചായയൊക്കെ കുടിച്ച്, എനിക്ക് ചൂടാറിയ ചായ അങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ കുടിച്ചു. എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വയർത്ത് ഒഴുകുന്നുണ്ട് കേട്ടോ. ചൂട് കാരണം അകത്തും പുറത്തും ഒരുപോലെ ചൂടാ. അതുകൊണ്ട് എവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. തലയിലൊന്നും വെച്ച് തേക്കല്ലേ. കൈയെടുക്ക്. വായ പോയി കുളിക്കുക. നടക്ക് നീറ്റോ. ഇങ്ങനെ പുറത്തേക്ക് കൂടെ അറിയിക്കോ. സീമോള് തലയിലും മേത്തൊക്കെ മുട്ടയൊക്കെ വെച്ച് തേച്ചിട്ട് അവളെന്നെ കുളിപ്പിക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് അമ്മ ആരിനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട് രണ്ടാൾ എത്തുമ്പോൾ. ഞാനാണെച്ചെങ്കിൽ രാവിലെ ഗേറ്റ് അകത്തുനിന്ന് അടച്ചിട്ടതാ. അപ്പോൾ 2 പേരും വന്നിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ അകത്തുനിന്ന് അടച്ചുള്ള കാര്യം. ഞാൻ പിന്നെ തുറന്നു വെച്ചിട്ടില്ല. പിന്നെ ഞാനിന്ന് പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സീമോൾക്ക് അമ്മേനെ ആരിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം മാത്രമല്ല, നാണമൊക്കെ വരുന്നുണ്ട്. എവിടെ ഈ നാണമൊക്കെ വരുന്നതാണോ. ആര്യം വന്ന വഴി അതാ സൈക്കിളിന്മേൽ പോയിട്ട് സൈക്കിളിൻ്റെ എന്തൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. അവൻ വീട്ടിലേക്കൊന്നുമല്ല കയറണത്. അവന് സിയേനും മൈൻഡില്ല, ആരേനെയും മൈൻഡില്ല. അവൻ നേരെ പോണത് സൈക്കിളിൻ്റെ അടുത്തേക്കാണ്. സീമോള് അമ്മയുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. അമ്മ എന്താ കൊടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാവും ഇനിയിപ്പോൾ. ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വരികയല്ലേ, ചെരുപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോഴേക്കും ഇവൾ ഇങ്ങോട്ട് എത്തി. ഇതെന്താ ആരും നോക്കണേ? എന്താടാ അമ്മക്കില്ലേ ചിണ്ടെന്തേലും? ഇതൊക്കെയുള്ളൂ. അത് മതി. കയ്യിലുള്ളത് മതി. ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നടക്കാൻ വയ്യല്ലോ ഈ സമയമാകുമ്പോഴും. എന്തൊരു ചൂടാ. അമ്മ വരുമ്പോൾ ബിസ്ക്കറ്റും ചിപ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിക്കാതിരിക്കുമ്പോഴാണ് എൻ്റെ മാല ഇങ്ങനെ കുടുങ്ങി കിടക്കണത് കണ്ടത് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് എനിക്കത് ശരിയാക്കിയിട്ട് ഊരിത്തരുമായിരുന്നു. പിന്നെ എന്താ സീമോള് എനിക്കൊരു ബിസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മമ്മ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടാ തോന്നുന്നു. അമ്മമ്മ തന്നെ പൊട്ടിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ മാല അയക്കുമ്പോൾ അവൾക്കത് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് അവളിങ്ങനെ കിടന്നിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ അമ്മേനെ. അപ്പോൾ ആ പൊട്ടിച്ച് കൊടുത്ത ബിസ്ക്കറ്റ് കുട്ടി എനിക്കാണ് തന്നിട്ടുള്ളത്. മാല വേണോ നമുക്ക് പൊട്ടിക്കോ? പൊട്ടിക്കോടി. സൂപ്പറായിട്ട് എന്തായാലും എനിക്കൊരു വിഷമം. നിനക്ക് മാലല്ലേ നിന്റെ കഴുത്തിൽ കിടക്കണ? പിന്നെന്താ? ഗോൾഡ് വേണ്ട, അത് ഇട്ടാ മതി. ഇത് എന്റെ മാലല്ലേ, ഇത് അവളുടെ മാലയൊന്നും അല്ല. അത് ഞാൻ വെറുതെ ഇട്ട് കൊടുത്തതാ. വേണമെങ്കിൽ കിട്ടോ. ഗോൾഡ് ഇല്ലാത്തതിന് ആരെയും വിഷമം. സീമോളെ എന്താണ്? എനിക്ക് വേണ്ട. രസമുണ്ട് ആര്യ, അങ്ങോട്ട് പോരെ നോക്കട്ടെ. അച്ചമ്മക്ക് കാണിച്ചു കൊടുത്തേ. ഭംഗിയുണ്ട്. ആര്യന് ആൻറ്റി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അവന് അത് ഇട്ട് നോക്കിയപ്പോൾ കടയിൽ നിന്ന് ഞാൻ ഇട്ട് നോക്കിയിട്ടൊക്കെ തന്നെ വാങ്ങിയത്. പക്ഷെ അവന് ആ പാൻറ് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെ കുട്ടിക്കാണെങ്കിൽ ഏത് പാൻറ് എടുത്താലും 1/2 ലൂസായിരിക്കും.
അപ്പോൾ അതിൻ്റെ വിഷമം പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇൻസൈഡ് ചെയ്തിട്ട് ഈ പാൻറ് ഇടണം, അപ്പോഴാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അത്രയാണ്ട് സാറ്റിസ്ഫൈഡ് അല്ല ഇൻസൈഡൊക്കെ ചെയ്തിട്ടിടാൻ. ഞാൻ എന്നിട്ട് ഭംഗിയുണ്ട് അച്ഛമ്മയ്ക്ക് കൊടുന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ കൊടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അമ്മ ആരിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഡ്രസ്സാണല്ലോ, എന്നിട്ട് എന്താ എൻ്റെ മുഖത്തിനൊരു തെളിച്ചില്ല എന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് ലൂസാണ്, പാൻറ്റിക്ക് അച്ഛമ്മ അടിയിൽ അരേന്ന് അടിഭാഗം വേറെ സ്റ്റിച്ച് ചെയ്ത് തരുമെന്നാണ് ചോദിക്കുന്നത്. അവൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഇതെന്തോ കൊറിയൻ സ്റ്റൈല് പാൻറ്റ് അങ്ങനെ എന്തോ ആണ്, കൊറിയൻ ബാഗി പാൻറ്റോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ലൂസായിട്ട് അടിക്കും കുറച്ച് ലൂസായിട്ടാണല്ലോ കൊടുക്കുക. അവനത് അടിഭാഗം വേറെ സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റാക്കി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ പറയണത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും കുട്ടിക്ക് അങ്ങോട്ട് അത്ര ഇതായിട്ടില്ല. പിന്നെ അമ്മ വരുമ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. പിന്നെ ചേച്ചി അമ്മയും കൂടിയിട്ട് ഒരു ലോഡ് ഡ്രസ്സ് തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ, അതായത് ഇന്ന് രാവിലത്തെ. അപ്പോൾ രാവിലെ അതാ എണീറ്റ് വന്നപ്പോൾ പടക്കം പൊട്ടിച്ചതിൻ്റെയും പിന്നെ ഈ മേശപ്പൂത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കത്തിച്ചതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഉമ്മർത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ മിറ്റൊന്നും അടിച്ചു വരിയിട്ടില്ല. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ നേരത്തെ എണീറ്റപ്പം മിറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉമ്മർത്തേക്ക് വന്ന് നോക്കണത്. ഇതാ ചേച്ചിയുടെ ചെടികളൊക്കെ ഞാൻ നോക്കുകയാണ് വാടിയിട്ടുണ്ടോയെന്നൊക്കെ. പിന്നെ അതാ മാങ്ങയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ മാവുമ്മേ. ഇത് വീടിനോട് അടുത്താണ്, ഇത് ചിലപ്പോൾ ഇനി ടൈലൊക്കെ പൊന്തുവാണാവോ വെയിൽ വന്നിട്ട്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇയാളെ മുറിച്ച് കളയേണ്ടി വരും. പിന്നെ ഇത് ഞങ്ങളുടെ ടോമിയുടെ കൂട്. ഇവിടുത്തെ മിറ്റം അടിച്ചു വരിക എന്ന് പറയുമ്പോൾ ഒരു പണി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം അടിച്ചു വരാനുണ്ട്, അത്യാവശ്യം വലിയ മിറ്റായതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിച്ചു വരാനുണ്ട്. പിന്നെ ഇങ്ങനെ ചെടികളുടെ ഇലയും പൂവും അങ്ങനത്തെയൊക്കെ വീണിട്ട് നല്ല ഉണ്ടാവും കേട്ടോ അടിച്ചു വരാൻ. പിന്നെ ഞാൻ ഇന്നലെ അടിച്ചൊരിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ പറയും വേണ്ട, അത്യാവശ്യത്തിലേറെ ഉണ്ടാവും. ആ പുളിയുടെയൊക്കെ നല്ല ഇങ്ങനെ ഇല കൊഴിഞ്ഞ് വീഴും എപ്പോഴും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ അടിച്ചൊരിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ അടിച്ചൊരിയിട്ട് ഒരുവിധം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി അടിച്ചൊരി തീർക്കണം. മിറ്റമൊക്കെ അടിച്ചൊരി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉമ്മറം തുടച്ചിടുകയാണ് കേട്ടോ. ഇവിടെ ഉമ്മറം തുടച്ചിടുന്ന പരിപാടി പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. രാവിലെ മിറ്റം അടിച്ചോരും അതുപോലെ ഉമ്മറം തുടച്ചിടും. ഞാനങ്ങനെ എൻ്റെ വീട്ടിലൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഉമ്മറ ഞാൻ അങ്ങനെ രാവിലെ എണീറ്റ വശം തന്നെ തുടച്ചിടാറൊന്നുമില്ല. ഇവിടെ പിന്നെ ആദ്യം നായ ഉണ്ടായിരുന്നു, പക്ഷെ നായ ഉള്ളതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ നായേനെയൊക്കെ വാങ്ങണതിൻ്റെ മുന്നേ തന്നെ ഇവിടെ ഇങ്ങനെ ഉമ്മറ ആദ്യം രാവിലെ തന്നെ തുടച്ചിടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തിനാണാവോ എന്തായാലും. അപ്പം ഞാനും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്യണതാണ്, അപ്പം ഞാനും അതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ചെടിയൊക്കെ ഞാൻ നനച്ചിട്ടുണ്ട്. നോക്കട്ടെ ടൂട്ടച്ച് കാലുമിക്കണ്ടാ, നോക്കട്ടെ കാലുമ കണ്ടില്ലേ, കൈമത്ത് നോക്കട്ടെ. എങ്ങനെ കാണിച്ചാൽ കാണില്ല, എങ്ങനെ കാണിക്കും. രണ്ട് കൈമറ്റുണ്ടല്ലോ, അമ്മക്കിട്ടരുമോ? ഇതെന്തത്? എനിക്കൊന്നും പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് നമ്മുടെ കടയിൽ രണ്ടുപേരെയും കൊടുന്നാക്കിയിട്ടാണ് കേട്ടോ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ പോയി വരുമ്പോഴേക്കും ഇത് നമ്മുടെ കടയിൽ നിന്ന് കിച്ചൺ സെറ്റും അതൊക്കെ എടുത്തിട്ട് സീമോള് കളി തുടങ്ങിയിരിക്കണം. പിന്നെ ഞാൻ പതുക്കെ മേലേക്ക് കയറി വന്നിരിക്കുകയാണ് കേട്ടോ. സീമോള് കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് വാശി പിടിക്കും. അപ്പോൾ അവൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം കൊടുത്തിട്ട് ഞാൻ മേലെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ആ കറക്റ്റ് ടൈമിൽ തന്നെയാണ് എൻ്റെ ഫോണിലൊരു കോളും വന്നിട്ടുള്ളത്.